ബഹ്റിനിലെ ഡ്രാഗൺ റോക്ക് സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധേയമാവുകയാണ്. സഗീർ മരുഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം കാണാൻ നിരവധി ആളുകളാണ് എത്തുന്നത്. പാശ്ചാത്യ കഥകളിൽ തീതുപ്പുന്ന ഭീകര സർപ്പമായ ഡ്രാഗൺ തിന്മയുടെയും ഭീതിയുടെയും പ്രതീകമാണ്. എന്നാൽ ബഹ്റിനിലെ സക്കീർ മരുഭൂമിയിൽ സായാന്തരങ്ങളിൽ തിളങ്ങുന്ന സുന്ദരമായ പാറക്കെട്ടുകൾ ഇന്നറിയപ്പെടുന്നത് ഡ്രാഗൺ റോക്ക് എന്നാണ്. ബഹ്റിനിലെ എണ്ണപ്പാടങ്ങൾക്കിടയിൽ തല ഉയർത്തി നിൽക്കുന്ന പാറക്കെട്ടുകൾ അടുത്തിടയ്ക്കാണ് സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധയിൽപ്പെട്ടത്. ഡ്രാഗൺ റോക്ക് എന്ന നാമകരണം നടത്തി സമൂഹ മാധ്യമങ്ങളിൽ അവതരിപ്പിച്ചപ്പോൾ സംഗതി വൈറലായി. ബഹ്റിനിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി ആളുകളാണ് ഇപ്പോൾ ഇവിടെ വന്നു പോകുന്നത്. ഒരൽപ്പം കട്ടൻ ചായ നുകർന്ന് പ്രകൃതിയോട് അല്പം മിണ്ടിയും പറഞ്ഞുമിരിക്കാൻ പറ്റിയ സ്ഥലമെന്നാണ് സമൂഹ മാധ്യമങ്ങൾ പറയുന്നത്. സോഷ്യൽ മീഡിയ വഴിയാണ് ഈ ഡ്രാഗൺ റോക്കിനെ പറ്റി അറിഞ്ഞത്. സത്യം പറഞ്ഞാൽ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സും ചേർന്നാണ്. ഫ്രണ്ട്സ് താഴെ പോയിരിക്കുകയാണ്. ഞങ്ങളെല്ലാവരും ഒന്നിച്ചാണ് വന്നത്. കൊള്ളാം. വന്ന് സായാഹ്നങ്ങളിൽ നമുക്ക് വന്ന് കുറേ നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ ആണ്. ട്രക്കിങ്ങിന് പറ്റിയ ഇടം ബഹ്റിനിൽ ഇല്ല എന്ന് പറയുന്നവർക്കായി പ്രകൃതി സമ്മാനിച്ച ഇടമാണ് ഡ്രാഗൺ പാറ. ഒരൽപ്പം സാഹസികത ഉള്ളവരുടെ ഊർജം ചിലവാക്കാൻ പറ്റിയ സ്ഥലം തന്നെയാണ് ഈ പ്രദേശം. States. My family's here, 4 daughters and my wife, and we've been here for about a year, and we were told by some locals to come out here to Dragon Rock, and it's amazing. It's really neat. We actually were able to climb, get to the top and all that. It was pretty neat, and the sun's going down, so it looks even better. Highly encourage you to come out here and see this. It's amazing. ഡ്രാഗൺ എന്ന രാക്ഷസ സർപ്പത്തിന്റെ പരിക്കൻ രൂപഭംഗി അനുസ്മരിപ്പിക്കുന്ന ഈ പാറക്കെട്ടുകൾ എന്തൊക്കെയോ കഥകൾ മനസ്സിൽ ഒളിപ്പിക്കുന്നതായി നമുക്ക് തോന്നാം. വെറുതെ ഒരു പാറക്കെട്ടുകൾക്ക് ഇത്രയും ആരാധകരോ എന്ന് ചിന്തിക്കുന്നവർക്ക് ഇവിടെ വരുമ്പോൾ മനസ്സിന്റെ കോണിൽ ഡ്രാഗൺ പതിയാതെ പോവില്ല. ആക്ച്വലി ഞാനിവിടെ വരുന്നത് ഞാൻ മുന്നേ ഒരു യൂട്യൂബ് ചാനലിലൂടെ ഇത് കണ്ടതാണ്. ഇങ്ങനെ സ്ഥലത്തെക്കുറിച്ച് ഇതിൻ്റെ ഒരു കാര്യങ്ങളെക്കുറിച്ചൊക്കെ കണ്ടു. അപ്പം വളരെ നല്ലൊരു രസമാണ് ഇവിടെ വന്ന് കാണാനായിട്ട്. പിന്നെ ഈവനിങ്ങിൽ അല്ലെങ്കിൽ നമ്മൾ സായാഹ്നങ്ങളിൽ നമുക്ക് വളരെ രസമായിട്ട് ഇവിടെ വന്നിരിക്കാനും കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനും പറ്റിയൊരു സ്ഥലമാണ്. അതേപോലെ തന്നെ ട്രക്കിങ്ങും കാര്യങ്ങൾക്കൊക്കെ പറ്റിയൊരു പ്ലേസാണ് ഇവിടെ. ഒരിക്കലെങ്കിലും നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും നിരാശപ്പെടേണ്ട വരില്ല. ഇവിടെ ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒത്തിരി പ്രവാസികളും ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇവിടെ വരുന്നു. അവരുടെ ഒരു സായാഹ്നം ഇവിടെ ചെലവഴിക്കുന്നു. അവരൊക്കെ വളരെ സന്തോഷവാന്മാരായിട്ട് ഇവിടെ തിരിച്ചു പോകുന്നു. ഡ്രാഗൺ പാറകളിൽ കാണുന്ന നിരവധി കുഴികളും വിടവുകളും ചെറു ഗുഹകളും തികച്ചും മനസ്സിനെ ആകർഷിക്കുന്നതാണ്. പടിഞ്ഞാറൻ ചക്രവാളത്തിൽ സൂര്യൻ മറയുന്നത് കാണാൻ നിരവധി ആളുകളാണ് ഇവിടെ വന്നു പോകുന്നത്. മൺപാറയിൽ പതിക്കുന്ന സന്ധ്യാവെളിച്ചം ശരിക്കും മനസ്സിന് ഊർജം പകരുന്നത് കൊണ്ടാകണം കുട്ടികളും മുതിർന്നവരുമടക്കം ഡ്രാഗൺ പാറയിലെ അസ്തമയ സൂര്യനെ തേടി പോകുന്നത്. വിശാലമായ ചിന്തകളും മനസ്സിനെ ചലിപ്പിക്കാൻ കുറച്ചു മണിക്കൂറുകളുമുണ്ടെങ്കിൽ ഏതൊരാൾക്കും ഡ്രാഗൺ പാറയുടെ സൗന്ദര്യം ആസ്വദിക്കാം. തികച്ചും ഒറ്റപ്പെട്ട് കിടക്കുന്ന ഈ പാറക്കെട്ട് വളരെ വൃത്തിയോടെയും ശ്രദ്ധയോടെയും കൈകാര്യം ചെയ്യാൻ സർക്കാർ നിയന്ത്രണങ്ങൾ ഇല്ലാതെ തന്നെ ഇവിടുത്തെ മനുഷ്യർക്ക് സാധിക്കുന്നുവെങ്കിൽ അത് തികച്ചും മാതൃകാപരമാണ്. വിശാലമായ മരുഭൂമിയിൽ തനിച്ചിരുന്ന് കഥ പറയുന്ന ഡ്രാഗൺ റോക്കിനോട് നമസ്തേ അറേബ്യ വിട പറയുകയാണ്.